നമസ്കാരം. പ്രത്യേകിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ കൊല്ലംകോട് അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ്. സീതാർകുണ്ട്. എന്ത് രസമല്ലേ അവിടുത്തെ മലനിരകളെ കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി വൈബാണ്. ആ സൈഡുള്ള നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാട്ടോ. പ്രകൃതി എന്തായാലും കനിഞ്ഞ് നൽകിയിരിക്കുകയാണ് ഇവിടെ ഈ കൊല്ലംകോട് എന്ന് പറഞ്ഞ ഗ്രാമം. അപ്പോൾ അവിടെ വഴിയിൽ ചേച്ചി കണ്ടു. ചേച്ചി ഇവിടെ നമുക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു അങ്ങോട്ട് സീതാർകുണ്ടിലേക്ക്. തിരക്കുണ്ടോ എന്ന് വെച്ചപ്പോൾ ചെറിയ വണ്ടികളൊക്കെ പോകാൻ പറ്റും, നിങ്ങൾ ബൈക്കിലൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റും, കാറൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പിന്നെ വീടുകൾ വെച്ചപ്പോൾ ആ വിടുക എന്ന് പറയാം. അപ്പോൾ കുഞ്ഞൻ മുല്ല എന്ന് പറഞ്ഞാൽ പറപ്പിച്ച് വിട് പാപ്പ എന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങോട്ട് പറപ്പിച്ചങ്ങോട്ട് വിടുകയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ ഇവിടെ. നോക്കുക, ആ പനകളും ആ നെൽപ്പാടങ്ങളും അതിൻ്റെ മുകളിലായി നിൽക്കുന്ന മലനിരകളും. ഇന്ത്യയിലെ 10 വില്ലേജ് തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും സുന്ദരമായ 10 വില്ലേജ് തിരഞ്ഞെടുപ്പോൾ അതിലൊന്നും ഉൾപ്പെട്ടത് കൊല്ലംകോടായിരുന്നു. അതിന് ശേഷമാണ് ശരിക്കും ഇവിടെ നല്ല തിരക്കായത്. പണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുമായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ അത് ഭയങ്കര എല്ലാവർക്കും അറിയാൻ തുടങ്ങിയപ്പോൾ, ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാ ആഴ്ചയും ഇവിടെ ആൾക്കാരുടെ തിരക്കാണ്. ഇപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ, വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല തിരക്കാണ്. ഒന്നാമത് ഞായറാഴ്ചയാണ്, പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് പല ആൾക്കാരും ടൂറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ കാറ് കൊണ്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ചെറിയ വഴികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയിലൂടെയൊക്കെ എടുത്ത് പോകാൻ പറ്റും. ഇപ്പോൾ വഴിയും കുറച്ച് മോശമാണ്. അപ്പോൾ ഗുണ്ടമ്മേൻ്റെ അടുത്തുനിന്ന് അവൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അവൻ പറയുന്നത് പറപ്പിച്ച് വിട് പാപ്പാന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ എങ്ങനെയാണ് മോനെ പറപ്പിച്ച് വിടുക എന്ന് വെച്ചാൽ അവനോട് ചോദിക്കുന്നത്. അവനറിയില്ലല്ലോ ഇപ്പോൾ ഈ വഴികളും കാര്യങ്ങളും ഇങ്ങനെയാണെന്നൊക്കെ. അവന് പറപ്പിച്ച് വിടണമെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ഞങ്ങൾ പതിയെ നീ പിടിച്ചിരുന്ന പറഞ്ഞ് പറപ്പിച്ച് വിട്ടപ്പോൾ ഉണ്ട് അടുത്ത വണ്ടി. ഈ വണ്ടിയും അതിന് മുമ്പുള്ള വണ്ടിയും കൂടെ മത്സരമാണ്. അപ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് ബാക്കിലെടുക്കണം, അപ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് മുന്നിലെടുക്കണം. ഇതിന് മുന്നിലും ബാക്കിലും എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഇടയിലും. ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. എന്തായാലും ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്ക് കുറയും, പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പോകാമെന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ പറയുന്നത്. സത്യത്തിൽ ഈ ഞായറാഴ്ച അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് ഈ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതൊക്കെ. ഈ വഴി ഇപ്പോൾ എന്താ വെച്ചാൽ ടൂറിസ്റ്റുകാർ അടിച്ചു കയറിയിരിക്കുകയാണ്, പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങോട്ട് ഈ പരിസരവാസികൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർ മൊത്തം സഞ്ചരിക്കുന്നത് വഴിയും ഈ ടൂറിസ്റ്റുകൾ വരുന്ന വഴിയും. ഇതിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവർ പറയുണ്ടായി. എന്നാലും ഞങ്ങൾ പാലം കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ട് വന്നു. അപ്പോൾ കുറേ അമ്മമാർ വന്നു, ടാറ്റയെ കൊടുത്ത അമ്മമാർ. അവർ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങളിതാ പോകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതിനുള്ളിലൊക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളത് വണ്ടി ഓടിച്ചാലേ ഒരു ഫീൽ അറിയുള്ളൂ. ഈ രണ്ട് സൈഡ് നെൽപ്പാടങ്ങളാണ്, അതിന് സെൻട്രലിലൂടെയാണ് ഈ റോഡ്. ഈ റോഡിലൂടെ നേരെ പോകും നമ്മൾ സീതാർകുണ്ടിലേക്ക്. അത് അടുത്ത ബ്ലോക്ക്. ഈ പാറ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ വീണ്ടും ബ്ലോക്ക്. അത് ഓട്ടോയും ബൈക്കും കാറും ട്രാവലറും അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാം ഉണ്ട്. എന്തായാലും ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിരുന്നു കേട്ടോ. എത്താറായപ്പോൾ ഒരു വണ്ടി വന്നു. ആ വണ്ടിയും മൊത്തം ബ്ലോക്കായി. പിന്നെ അത് പതുക്കെ പുറകിലെടുത്ത് ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയി. എന്തായാലും ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ ആകെ ചടച്ചു എന്ന് തന്നെ പറയാം. നേരെ പോയിട്ട് എവിടെയും ഇനി വണ്ടി നിർത്താൻ ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. എന്നാൽ കൊണ്ടുപോയി അങ്ങോട്ട് കയറ്റിക്കാന്ന് പറഞ്ഞ് ഞാനും വണ്ടി കയറ്റി, അവളും വണ്ടി കയറ്റി. അങ്ങനെ ഞാനും കുഞ്ഞനും കുണ്ടമ്മയും അവളുടെ അനിയത്തിയും കൂടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ സീതാർകുണ്ട് കാണാൻ പോകും കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു വ്യൂസാട്ടോ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത്. നമ്മളങ്ങനെ സൂം ചെയ്ത് എടുത്തത്. ഈ മലയുടെ മുകളിലെ കാര്യം കയറിപ്പോയിട്ടുണ്ടോന്നും അറിയില്ല. എന്തായാലും ഇവിടെയാണ് നിന്ന് തൂറ്റി പലകപ്പാണ്ടി എന്നൊക്കെ പറയുന്ന വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. മഴ സമയത്തൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ മഴയില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ കുന്നാ കയറി വേണം നമ്മൾ സീതാർകുണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മഴയൊക്കെ ഒഴിഞ്ഞ് പ്രകൃതി നമുക്ക് ഒരു സമാധാനം തന്നപ്പോൾ ഞങ്ങൾ പതിയെ അങ്ങോട്ട് പോവാണ്. എല്ലാവരും കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരും തിരിച്ചു പോവാണ്. കുറേ ആൾക്കാർ ഇപ്പോഴും ഇത് കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഒഴിയുന്നില്ല കേട്ടോ, ജനപ്രവാഹം തന്നെയാണ്. കുറേ ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടും സിംഗിൾസായിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ആ കാണുന്ന തിരക്കുണ്ടോ, പാറപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു വ്യൂസ് കാണിച്ചു കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സീതാർകുണ്ടിൻ്റെ ഏറ്റവും എൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കണ്ടോ, നല്ല പ്യൂറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഴയുള്ളപ്പോൾ കുത്തി ഒലിച്ച് വരും വെള്ളം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കൈയും കാലും മുഖം കഴിയില്ല, കുളിക്കാനുള്ള സെറ്റപ്പ് നടത്തില്ല. കുഞ്ഞെന്താ പതിയെ പാറപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. അവൻ അപ്പുറത്തേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും വയസ്സായ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുവരണം. ഇതിനിടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പണ്ട് ഇവിടെ ഒരാളെ ഇടയിൽപ്പെട്ട് മരിച്ച ശേഷം ഞാനിവിടെ അങ്ങനെ കേട്ട ശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നീടാണ് ഈ സമയത്താണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ കുഴപ്പമില്ല എന്തായാലും. പക്ഷേ ഈ ഇടുക്കിലൊക്കെ നിന്ന് കുളിക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളെയും പ്രായമായവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എന്തായാലും ഇവിടെ വന്നൊന്ന് കുളിയെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ്നെസ്സാണ്. നല്ല തണുപ്പാണ് വെള്ളം തരും. പിന്നെ പ്യുവറായിട്ടുള്ള വാട്ടറാണ്. അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ള നമുക്ക് എയറാണ് ഇവിടെ കിട്ടുക. കുറേ നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇട ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ തിരക്കില്ലാതെ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞായറാഴ്ച കൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ആസ്വദിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പാറ ഇടുക്കിലൊക്കെ പോയിട്ട് പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ. നമുക്ക് സാഹസികം കാണിച്ചിട്ട് നമ്മൾ അഡ്വഞ്ചറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് മര്യാദയ്ക്ക് നിന്ന് കുളിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ എന്താ വെച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ സാധാരണ കുളിക്കുന്നതിനേക്കാൾ ഒരു ഫ്രഷ്നെസ് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു കിടിലം വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളൊന്ന് വരിക. സീതാർകുണ്ട് എന്തായാലും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നും മറ്റു സ്ഥലങ്ങളൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഓക്കെ.